സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം, അതും മിതമായ നിരക്കിൽ. സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക്. മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ. അന്ന ഫുഡ്വെയർ, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. വീണ്ടും കാട്ടാനയുടെ വിഹാരം, കർഷകർ കണ്ണീർ കയത്തിൽ. പഴയന്നൂർ പഞ്ചായത്ത് 11-ാം വാർഡ് വെള്ളടിപ്പാടത്ത് പുത്തൻ വീട്ടിൽ CP രാജന്റെ പറമ്പിലാണ് ഇന്നലെ രാത്രിയോടെ കാട്ടാനയുടെ വിഹാരം. പറമ്പിലുണ്ടായിരുന്ന ഓണത്തിന് വിളവെടുക്കാൻ പാകമായ 30ഓളം ചെങ്ങാലിക്കോടൻ വാഴകളും കാട്ടാനയുടെ ആക്രമണത്തിൽ നശിച്ചു. ഓണത്തിന് വെട്ടേണ്ട വാഴയാണ് ഇത്, ചെങ്ങാലിക്കോടൻ വാഴയാണ്. ഈ വാഴ ശരിക്കും 1000-ന് മുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കൊലയ്ക്ക് കൊടുത്തത്, എനിക്ക് കിട്ടിയത്. പക്ഷേ ആ വാഴയാണ് ഇപ്പോൾ വന്നിട്ട് കാട്ടുമൃഗത്തിൻ്റെ ആനയുടെ ശല്യം കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഭീകരമായൊരു നഷ്ടം എന്ന് പറയുമ്പോൾ എനിക്കും മറ്റുള്ളവർക്കും ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ബുദ്ധിമുട്ടിയിട്ടും നമ്മളിപ്പോൾ കണ്ടില്ലേ, ഊന്നൊക്കെ ഇട്ട് എല്ലാം ക്ലിയറായി പൊതിഞ്ഞ് കെട്ടി കൊലാതെ അല്പം പൊതിയേണ്ട സമയം കുറച്ചെണ്ണം പൊതിഞ്ഞ് ബാക്കിയുള്ളത് ഇനിയും പൊതിയാൻ നിൽക്കുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ വെട്ടേണ്ട കൊലയാണ്, ആഗസ്റ്റ് മാസത്തിൽ വെട്ടേണ്ട കൊലയാണ്, ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ വെട്ടേണ്ട കൊലയാണ്. അതാണ് ഈ കൃഷിനാശം വെച്ച് നല്ലൊരു നഷ്ടം നമ്മൾക്കുണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഇതേ രീതിയിൽ ഇവിടെ സംഭവിക്കാനുള്ള സകല സാധ്യതയുണ്ട്. ആന വന്നിട്ട് നമ്മൾ ആരും കുറ്റം പറയുന്നില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥിതികളിൽ എങ്ങനെയും ഈ രീതിയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാവുന്ന സഹായങ്ങൾ കൃഷിക്കാർക്ക് ചെയ്യുക എന്നുള്ളതല്ല, അല്ലാതെ വേറൊന്നും നമുക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. കൂടാതെ സമീപത്തുള്ള മധുവിന്റെ റബ്ബർ തൈകളും പൈനാപ്പിൾ ചെടികളെയും വ്യാപകമായി നശിപ്പിച്ചു. കർഷക ഗ്രാമമായ എളനാട്ടിൽ തുടരെയുണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധത്തിലാണ് കർഷകർ. കാട്ടാന ആക്രമണം അറിഞ്ഞ വാർഡ് മെമ്പർ നീതു ഷൈജു, കേരള കർഷക സംഘം ചേലക്കര കമ്മിറ്റി ഭാരവാഹി KC ജോർജ്, KIFA പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T രാംകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. എളനാട്ടിലുണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രദേശത്ത് RRT രൂപീകരണവും നൈറ്റ് പെട്രോളിംഗ് ക്രിയാത്മകമായി നടക്കണമെന്നും ഫെൻസിംഗ് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ഇത് പ്രാവർത്തികമായാൽ മാത്രമേ കാട്ടാന ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കൂ എന്ന് കർഷകരും ജനപ്രതിനിധികളും അഭിപ്രായപ്പെട്ടു. ഇന്ന് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം രാജേട്ടന് സംഭവിച്ചിട്ടുണ്ട്. കൃഷിക്കാർക്ക് ഇത്തരത്തിലുള്ള നാശനഷ്ടം വരുമ്പോൾ അവർക്ക് ഇനി കൃഷി ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇല്ലാതാവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫെൻസിംഗ് ഒക്കെ ചെയ്ത് ആനേനെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടി അധികൃതർ എത്രയും പെട്ടെന്ന് എടുക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നാട്ടിലുള്ള ആളുകൾ ഈ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാനും ശബ്ദം കേട്ടുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുക, ആനയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതുമാത്രമേ ഇപ്പോൾ നമുക്കൊരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ സ്വന്തം ജീവൻ ആദ്യം രക്ഷിക്കുക, പിന്നെ ഫെൻസിംഗ് ഒക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ കൃഷിനാശമൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.